ജനുവരി മാസം 14-ാം തീയതി ബുധനാഴ്ച 8 നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ്. അതായത് മകരസംക്രാന്തി ദിവസം എന്ന് പറയുന്നത് തന്നെ വളരെയധികം പോസിറ്റിവിറ്റിയും ഈശ്വരാധീനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈവിക ഊർജം വളരെയധികം ശക്തിപ്പെടുകയും ഏറ്റവും ശുഭകരമായ പല കാര്യങ്ങളും ഭക്തർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയം. അപ്പോൾ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഇനി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത്. അതായത് വളരെ അവിശ്വസനീയമായ തരത്തിൽ ലോട്ടറി സൗഭാഗ്യം ജീവിതത്തിൽ അനുഭവിക്കുവാനും അതുപോലെ തന്നെ ഇതുവരെ ജീവിതത്തിൽ നിലനിന്നിരുന്ന കഷ്ടകാലം നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം കാണുവാനുമുള്ള മഹാഭാഗ്യം 8 നക്ഷത്രക്കാരിൽ അതിശക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഈ മകരസംക്രാന്തി ദിവസം ലോട്ടറി സൗഭാഗ്യമുണ്ടാകുവാൻ പോകുന്ന ഈ നക്ഷത്രക്കാരിൽ ആ ഭാഗ്യത്തിൻ്റെ സൂചന എന്ന തരത്തിലുള്ള ചില പ്രത്യേക അനുഭവങ്ങൾ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലും അന്നേ ദിവസം തുടങ്ങുമ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന 8 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും നിങ്ങളിലെ ആ ഭാഗ്യത്തെ തിരിച്ചറിയുവാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നും ഒപ്പം തന്നെ ഈ ഭാഗ്യം പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തുവാനായി നിങ്ങൾ അന്നേ ദിവസം ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം, പ്രാർത്ഥിക്കേണ്ട വിധം എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ പറയുവാൻ പോകുന്ന ഓരോ നക്ഷത്രക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൗഭാഗ്യം വരുവാൻ പോകുന്ന വ്യക്തികളിൽ ഓരോ നക്ഷത്രക്കാർക്കും ആ ഭാഗ്യത്തിൻ്റെ മുന്നോടിയായി അതിന് മുൻപുള്ള ദിവസങ്ങളിലും സമയങ്ങളിലും ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. മാത്രമല്ല ഓരോ നക്ഷത്രക്കാരും ആ ഭാഗ്യത്തെ ആകർഷിക്കുവാനായി ചെയ്യേണ്ട കാര്യങ്ങളും വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ നക്ഷത്രത്തിന് അനുസരിച്ച് ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ടതിനു ശേഷം വേണം നിങ്ങൾ അത് ചെയ്യുവാൻ. ഒപ്പം തന്നെ ഇതിൽ പല വ്യക്തികൾക്കും ഒരു സംശയമുണ്ടാകും, മകരസംക്രാന്തി ദിവസം വാങ്ങുന്ന ലോട്ടറിയിലൂടെയാണോ നിങ്ങൾക്ക് ഭാഗ്യമെത്തുക, അതല്ല മുൻപ് വാങ്ങിയ ലോട്ടറിയിൽ നിന്നാണോ ഈ ഒരു ദിവസം സമ്മാനം ലഭിക്കുക എന്നത്. ഇതിൽ രണ്ടാമത് പറഞ്ഞത്, അതായത് നിങ്ങൾ മകരസംക്രാന്തിക്ക് മുൻപായി തന്നെ വാങ്ങി വെച്ചിരിക്കുന്ന ലോട്ടറിയിൽ നിന്നാണ് ഈ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ ജനുവരി 14-ാം തീയതി ബുധനാഴ്ച ധനനേട്ടങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മകരസംക്രാന്തി ദിവസത്തിൽ വേണം ചെയ്യുവാൻ. അപ്പോൾ ഈ ജനുവരി മാസം 14-ാം തീയതി ബുധനാഴ്ച മകരസംക്രാന്തി ദിനത്തിൽ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിൽ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന ആളുകൾക്ക് മകരസംക്രാന്തി ദിവസത്തിലും അതിന് തൊട്ടു മുൻപുള്ള സമയങ്ങളിലും ജീവിതത്തിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും അവസാനിക്കുവാൻ പോവുകയാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം വളരെയധികമായി അനുഭവപ്പെടും. അതായത് എന്തെന്നില്ലാത്ത ഒരു പോസിറ്റിവിറ്റിയും ആത്മവിശ്വാസവും നിങ്ങൾക്ക് തന്നെ സ്വയം അനുഭവപ്പെടുന്നത് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ആ ഭാഗ്യത്തിൻ്റെ സൂചനയാണ്. അതുമാത്രമല്ല, ഇത്തരത്തിൽ സൗഭാഗ്യം വന്നു ചേരുവാൻ പോകുന്ന ആളുകൾക്ക് അതിന് മുൻപുള്ള ദിവസങ്ങളിലും അന്നേ ദിവസത്തിൻ്റെ തുടക്കത്തിലുമൊക്കെ തനിച്ചിരിക്കുവാനുള്ള തോന്നലുണ്ടാവുകയും ആഴത്തിൽ പല കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കുവാനുള്ള തോന്നലുണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ രാത്രികാലങ്ങളിൽ ദേവീദേവന്മാരെ സ്വപ്നം കാണുന്നതും ഇത്തരത്തിൽ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ധനനേട്ടത്തിൻ്റെ സൂചന തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ മകരസംക്രാന്തി ദിവസത്തിന് മുൻപായി
ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവയെ പോസിറ്റീവായി കാണാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ മൂലം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഈ ജനുവരി മാസം 14 ബുധനാഴ്ച ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് കൂടുതൽ ഭാഗ്യത്തെ ആകർഷിക്കുവാൻ ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുവാനായി സുബ്രഹ്മണ്യ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി രണ്ടാമതായി ഈ ജനുവരി 14 ബുധനാഴ്ച മകരസംക്രാന്തി ദിനത്തിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം വളരെയധികം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിൽ പല ആളുകളും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നവർ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവായ ചിന്തകളും മാറി വളരെ അസാധാരണമായ ഒരു പോസിറ്റിവിറ്റി ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അതിനെ നിങ്ങൾ ഈ പ്രപഞ്ചശക്തി കാട്ടിത്തരുന്ന ഒരു സൂചനയായി തന്നെ വേണം കണക്കാക്കുവാൻ. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് മകരസംക്രാന്തി ദിനത്തിലും അതിന് മുൻപായും ചില പഴയകാല പരിചയക്കാരെ കാണുവാനും അവരുമായുള്ള ബന്ധം പുതുക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടാകും. ഇതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അനുഭവം ഉണ്ടാകുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഒപ്പം തന്നെ നിങ്ങൾ നടന്നു പോകുന്ന വഴികളിൽ വെള്ള നിറമുള്ള പൂക്കൾ, വെള്ള നിറമുള്ള പശു എന്നിങ്ങനെയുള്ള കാഴ്ചകൾ കാണുകയാണെങ്കിലും അത് നിങ്ങൾക്ക് മകരസംക്രാന്തി ദിനത്തിൽ സിദ്ധിക്കുവാൻ പോകുന്ന ലോട്ടറി സൗഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ ലോട്ടറി സൗഭാഗ്യത്തെ കൂടുതലായി ആകർഷിക്കുവാനായി മകരസംക്രാന്തി ദിനത്തിൽ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ധരിക്കുവാൻ ഏറ്റവും ഉത്തമമായ വസ്ത്രത്തിൻ്റെ നിറം വെള്ള അല്ലെങ്കിൽ ഇളം നീല നിറമാണ്. അതുപോലെ തന്നെ കൂടുതൽ ഈശ്വരാധീനത്തിനു വേണ്ടി നിങ്ങൾ ഈ ദിവസം ശ്രീ മഹാവിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇതിനെല്ലാം പുറമെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി സംഭവിക്കും എന്നുള്ള ആത്മവിശ്വാസവും നിങ്ങൾ മുറുകെ പിടിക്കുക. ഇനി മൂന്നാമതായി ഈ ജനുവരി 14 മകരസംക്രാന്തി ദിവസം ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം വളരെയധികം തെളിഞ്ഞു കാണുന്ന നക്ഷത്രക്കാരായി വരുന്നത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിൽ ലോട്ടറി സൗഭാഗ്യമുണ്ടാകുവാൻ പോകുന്നവർക്ക് ഈ പ്രപഞ്ചം നൽകുന്ന ഏറ്റവും വലിയ സൂചന എന്ന് പറയുന്നത് അസ്വാഭാവികമായി നിങ്ങളുടെ മുന്നിലൂടെ കറുത്ത ഉറുമ്പുകൾ വരി വരിയായി പോകുന്ന തരത്തിലുള്ള കാഴ്ച കാണുവാൻ ഇടയാക്കുക എന്നതാണ്. ഇത് അപ്രതീക്ഷിത ധനനേട്ടത്തിൻ്റെ സൂചനയാണ്. പ്രത്യേകിച്ച് മകരസംക്രാന്തിക്ക് തൊട്ട് മുൻപായുള്ള ദിവസങ്ങളിലോ മകരസംക്രാന്തി ദിവസത്തിൽ രാവിലെയോ ഈ കാഴ്ച കാണുന്ന വ്യക്തികൾക്ക് ലോട്ടറി സൗഭാഗ്യത്തിനുള്ള സാധ്യത വളരെയധികമാണ്. മാത്രമല്ല, ഈ ഒരു സമയത്ത് സൗഭാഗ്യം കൈവരുവാൻ പോകുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് മനസ്സിന് വളരെ ശാന്തമായ ഒരു അവസ്ഥ അനുഭവപ്പെടും. ഒപ്പം തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ശിവഭക്തി വർദ്ധിക്കുകയും ഈശ്വരാധീനം കൂടുതലായി അനുഭവപ്പെടുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ മകരസംക്രാന്തി ദിവസം പിറന്നു കഴിയുമ്പോൾ മുതൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് കൂടുതൽ ഭാഗ്യങ്ങളെ ആകർഷിക്കുവാനായി ധരിക്കുവാൻ ഉത്തമമായ വസ്ത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് പച്ച അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറമാണ്. അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാർ നിരന്തരം ശിവഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും തുടരെ ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നതും നിങ്ങളിലേക്ക് വരുവാനിരിക്കുന്ന നേട്ടങ്ങളുടെ അളവ് ഇരട്ടിപ്പിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയുകയും അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഈ മകരസംക്രാന്തി ദിവസം എന്ന് പറയുന്നത്. ഇനി നാലാമതായി ഈ ജനുവരി 14 ബുധനാഴ്ച മകരസംക്രാന്തി ദിനത്തിൽ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള എല്ലാ യോഗവും തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂരം നക്ഷത്രക്കാരാണ്.
പൂരം നക്ഷത്രത്തിൽ തന്നെ ലോട്ടറി സൗഭാഗ്യമുണ്ടാകുവാൻ പോകുന്ന വ്യക്തികൾക്ക് അതിന് മുന്നോടിയായി ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ചില പ്രത്യേകതരം കാര്യങ്ങളുണ്ടാകും. അതിൽ ഒന്നാമതായി പൂരം നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരുന്ന ഒരു കാര്യം, കൂടുതൽ വ്യക്തികൾ നിങ്ങളോട് ആദരവ് കാണിക്കുന്ന തരത്തിലുള്ള അനുഭവം ഈ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകും എന്നതാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു ധനനേട്ടം ഉണ്ടാകുവാൻ പോകുന്ന വ്യക്തികൾക്ക് സൂര്യപ്രകാശം ആ ഒരു ദിവസം അതിശക്തിയായി അനുഭവപ്പെടും. എന്നാൽ അതിലൂടെ ഈ പ്രപഞ്ചശക്തി നിങ്ങളെ ചൂണ്ടിക്കാട്ടുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ സൂര്യൻ്റെ വെളിച്ചം പോലെ അതിശക്തമായ ഒരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്നു എന്നതാണ്. അതുകൂടാതെ സ്വയം ആത്മവിശ്വാസം കൂടുന്ന തരത്തിലുള്ള ഒരു അനുഭവവും നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അപ്പോൾ പൂരം നക്ഷത്രക്കാർ ഈ സൂചനകളെ എല്ലാം മനസ്സിലാക്കുകയും കൂടുതൽ ഭാഗ്യങ്ങളെ ആകർഷിച്ചെടുക്കുവാനായി മകരസംക്രാന്തി ദിവസം സ്വർണ്ണ നിറമോ ഓറഞ്ച് നിറമുള്ള വസ്ത്രങ്ങളോ ധരിക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ ഈശ്വര കടാക്ഷത്തിനായി പൂരം നക്ഷത്രക്കാർ സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് ഈ സമയത്ത് ഏറ്റവും ശുഭകരം. ഇനി ഈ മകരസംക്രാന്തി ദിവസത്തിലെ എല്ലാ ഈശ്വരാധീനത്തോടൊപ്പം തന്നെ ലോട്ടറി സൗഭാഗ്യവും സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി കാണപ്പെടുന്ന അഞ്ചാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് അവിട്ടം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്രക്കാരിൽ ഈ ഒരു ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം വരുവാൻ പോകുന്ന വ്യക്തികൾക്ക് അതിനു മുന്നോടിയായി ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും ആ പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾക്ക് ഭയം അനുഭവപ്പെടാതിരിക്കുക എന്നതാണ്. അതായത് എന്തോ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് അസാധാരണമായി ഉണ്ടാവുകയും എല്ലാം ശരിയാകുമെന്നൊരു ചിന്ത നിങ്ങളുടെ ഉൾമനസ്സിൽ നിന്ന് തോന്നുകയും ചെയ്യും. ഇനി അതുകൂടാതെ അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ മകരസംക്രാന്തി ദിവസത്തിലോ മകരസംക്രാന്തി ദിവസത്തിൻ്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലോ തുടർച്ചയായി നീല നിറം ആവർത്തിച്ചു കാണുന്നതും ഈ ഭാഗ്യത്തിൻ്റെ സൂചനയാണ്. ഈ നീല നിറം ഭാഗ്യസൂചകമായതിനാൽ തന്നെ അവിട്ടം നക്ഷത്രക്കാർക്ക് മകരസംക്രാന്തി ദിനത്തിൽ ധരിക്കുവാൻ ഏറ്റവും ഉത്തമമായ നിറവും നീല തന്നെയാണ്. ഇനി നീല ഇല്ലെങ്കിൽ കറുപ്പ് നിറമുള്ള വസ്ത്രവും ധരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ശനിദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് കൂടുതൽ ഭാഗ്യങ്ങളെ ആകർഷിക്കും. ഇനി ആറാമതായി ഈ ജനുവരി 14 ബുധനാഴ്ച മകരസംക്രാന്തി ദിനത്തിൽ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത്തരത്തിൽ ഒരു ധനനേട്ടം ഉണ്ടാകുവാൻ പോകുന്നതിന് മുന്നോടിയായി ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് കൂടുതലായി കരുണ തോന്നുക എന്നതാണ്. അതായത് നിങ്ങളുടെ ചുറ്റുവട്ടത്തായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുകയും സഹായിക്കാൻ ആരുമില്ലാത്ത ചില ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിൽ ഒരു ഉൾവിളി തോന്നുകയും ചെയ്യും. ഇനി അതുകൂടാതെ തന്നെ നിങ്ങളുടെ പഴയ ചില കടങ്ങൾ അല്ലെങ്കിൽ ബാധ്യതകൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരികയും അത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ തോന്നുകയും ചെയ്യും. ഇനി പ്രകൃതി കാട്ടിത്തരുന്ന ചില സൂചന എന്ന പോലെ നിങ്ങൾക്ക് ജലവുമായി ബന്ധപ്പെട്ടുള്ള ചില അനുഭവങ്ങൾ ഈ ദിവസത്തോട് അടുക്കുമ്പോൾ ഉണ്ടാകും. അതായത് മഴ, നദി, കുളം എന്നിങ്ങനെയുള്ള കാര്യങ്ങളുടെ സാമീപ്യം നിങ്ങൾക്ക് അധികമായി ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഒരു സൂചന നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഈ ഒരു ഭാഗ്യം വളരെയധികമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മകരസംക്രാന്തി ദിവസത്തിൽ കൂടുതൽ ഈശ്വരാധീനവും ഭാഗ്യങ്ങളും ഉണ്ടാകുവാനായി ധരിക്കുവാൻ ഏറ്റവും ഉത്തമമായ നിറം എന്ന് പറയുന്നത് ആകാശനീല നിറമാണ്. അതുപോലെ തന്നെ ശിവഭഗവാനോട് പ്രാർത്ഥിക്കുകയും ശിവക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്യുന്നതും വളരെ ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും.
ഇനി എല്ലാ ഈശ്വരാധീനവും മനുഷ്യജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായ മകരസംക്രാന്തി ദിവസം ലോട്ടറി സൗഭാഗ്യം നേടുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന 7ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ലോട്ടറി സൗഭാഗ്യം വരുന്നതിന് മുന്നോടിയായി ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത് മനസ്സിൽ വളരെ പെട്ടെന്ന് എന്തെന്നില്ലാത്ത ഒരു സമൃദ്ധിയുടെ ചിന്ത വരികയും ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും കൃത്യസമയത്ത് നടക്കുമെന്നുള്ള ഒരു പോസിറ്റീവായ വിശ്വാസം അനുഭവപ്പെടുകയും ചെയ്യും. അതുകൂടാതെ കൂടുതലായി വെള്ള നിറമുള്ള വസ്തുക്കളായിരിക്കും ഇത്തരത്തിൽ ഭാഗ്യം വരുവാൻ പോകുന്ന രോഹിണി നക്ഷത്രക്കാരുടെ കണ്ണിൽപ്പെടുക. അതായത് മകരസംക്രാന്തി ദിവസത്തിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലോ മകരസംക്രാന്തി ദിവസമോ പാൽ, വെള്ള അരി, വെളുത്ത നിറമുള്ള വസ്തുക്കൾ എന്നിവ നിങ്ങൾ കൂടുതലായി കാണുകയാണെങ്കിൽ ഇത് ഒരു പോസിറ്റീവായ സൂചനയാണ്. മാത്രമല്ല അതിനു മുൻപായി തന്നെ നിങ്ങളുടെ വീടുകളിൽ ചില സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുന്നതും ഏറ്റവും ശുഭസൂചനയായി കണക്കാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്ന രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുൻപ് തന്നെ ലോട്ടറി വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ജനുവരി 14-ാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സമ്മാനം പ്രതീക്ഷിക്കാം. ഇനി കൂടുതൽ ഭാഗ്യത്തെ ആകർഷിക്കുവാനായി മകരസംക്രാന്തി ദിവസം രോഹിണി നക്ഷത്രക്കാർ വെള്ള അല്ലെങ്കിൽ ക്രീം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ ഈ ഒരു ദിവസം ബ്രഹ്മാവിനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നതും ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതും നിങ്ങളിലേക്ക് കൂടുതൽ ധനനേട്ടങ്ങൾ ആകർഷിക്കും. ഇനി 8ാമതായി ഈ മകരസംക്രാന്തി ദിവസം തന്നെ ധനനേട്ടവും ലോട്ടറി സൗഭാഗ്യവും ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാനുള്ള ഭാഗ്യം വളരെയധികം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ്. ഇത്തരത്തിൽ ധനസൗഭാഗ്യം നേടുവാൻ പോകുന്ന കാർത്തിക നക്ഷത്രക്കാരിൽ ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത് തീരുമാനങ്ങൾ വേഗത്തിലെടുക്കുവാനുള്ള ധൈര്യവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവുമായിരിക്കും. അതുപോലെ തന്നെ നിരന്തരം നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിൽ കൂടുതലായി നിങ്ങൾ തീ, വിളക്ക്, ദീപം എന്നിങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നതും ശുഭസൂചനയാണ്. ഇനി കാർത്തിക നക്ഷത്രക്കാർക്ക് കൂടുതൽ ഈശ്വരാധീനം ഉണ്ടാകുവാനായി സുബ്രഹ്മണ്യ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇനി കാർത്തിക നക്ഷത്രക്കാർ മകരസംക്രാന്തി ദിവസം ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ചുവപ്പ് അല്ലെങ്കിൽ കാവി നിറം ആയിരിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ലോട്ടറി സൗഭാഗ്യത്തിന് മാത്രമല്ല മറ്റുള്ള പോസിറ്റീവായ അനുഭവങ്ങൾക്കും കാരണമാകും. ഇപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 8 നക്ഷത്രത്തിൽ പറഞ്ഞ വ്യക്തികൾക്കും ഈ മകരസംക്രാന്തി ദിവസം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ കാണുവാൻ കഴിയുകയും പല പ്രതിസന്ധികൾക്കും ഒരു പരിഹാരം കാണുവാനുള്ള പുതുവഴികൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.